SSC, RRB, PSC തുടങ്ങിയ മത്സര പരീക്ഷകൾക്ക് ഉപയോഗപ്രദമായിട്ടുള്ള കുറച്ച് കറണ്ട് അഫയേഴ്സ് പരിചയപ്പെടാം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഓഗസ്റ്റ് 9-ാം തീയതിയിലെ കറണ്ട് അഫയേഴ്സ് ആണ്. രാജ്യത്തെ ഡാമുകളുടെ സുരക്ഷയ്ക്കായി ഉപയോഗിക്കുന്ന 2 പ്രധാന AI സംവിധാനങ്ങൾ ധർമ്മ ആൻഡ് ഡാം ചാറ്റ്. ധർമ്മ അഥവാ ഡാം ഹെൽത്ത് ആൻഡ് റീഹാബിലിറ്റേഷൻ മോണിറ്ററിംഗ് ആപ്ലിക്കേഷൻ രാജ്യത്തെ 5000 ഡാമുകളിൽ ജല കമ്മീഷൻ ഉപയോഗിക്കുന്ന പ്രധാന ആപ്ലിക്കേഷനാണിത്. ഡാം ചാറ്റ് ഡാം സുരക്ഷയ്ക്കുള്ള സാങ്കേതിക നിർദ്ദേശങ്ങൾ നൽകുന്ന AI സംവിധാനം. തമിഴ്നാട് സർക്കാർ പൊതുജനങ്ങൾക്ക് വിവിധ സർക്കാർ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനായി ആരംഭിച്ച ഔദ്യോഗിക വാട്സപ്പ് ചാറ്റ്ബോട്ട് സംവിധാനം. നമ്മ അരസ്. തമിഴ്നാട് ഗവേണൻസ് ഏജൻസി മെറ്റ കമ്പനിയുമായി സഹകരിച്ചാണ് ഈ സംവിധാനം വികസിപ്പിച്ചത്. റോഡ് സുരക്ഷയ്ക്ക് നമ്മ സലൈ ആപ്പും വരും. അമരപ്പയറിൽ നിന്നുള്ള ചൂയിംഗം അർബുദത്തിന് കാരണമാകുന്ന ഹ്യൂമൻ പാപ്പിലോമ വൈറസുകളെ നിയന്ത്രിക്കുന്നു എന്ന് കണ്ടെത്തിയ യൂണിവേഴ്സിറ്റി. പെൻസിൽവാനിയ സർവകലാശാല സ്കൂൾ ഓഫ് ഡെന്റൽ മെഡിസിൻ. വായ, മൂക്ക്, തൊണ്ട മുതലായ ഭാഗങ്ങളിലെ അർബുദത്തിന് കാരണമാകുന്ന ഹ്യൂമൻ പാപ്പിലോമ വൈറസുകളെ നിയന്ത്രിക്കുന്നതായാണ് കണ്ടെത്തിയിരിക്കുന്നത്. തപാൽ വകുപ്പിന്റെ സ്ഥിരം തപാൽ മുദ്ര ലഭിക്കുന്ന കേരളത്തിലെ 4ാമത്തെ ക്ഷേത്രം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം. ശബരിമല, ഗുരുവായൂർ, കാസർഗോഡ് മധൂർ സിദ്ധിവിനായക ക്ഷേത്രം എന്നിവയ്ക്കാണ് ഇതിനു മുമ്പ് സ്ഥിരം തപാൽ മുദ്ര ലഭിച്ചത്. ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ 84-ാം വാർഷികം രാജ്യം ആചരിച്ചത് 2026 ഓഗസ്റ്റ് 8-ന്. 1942 ഓഗസ്റ്റ് 8-ന് ബോംബെയിലെ ഗവാലിയ ടാങ്ക് മൈതാനത്ത് മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിലാണ് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ആരംഭിച്ചത്. അണ്ടർ 20 ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ 400 മീറ്റർ ഓട്ടത്തിന്റെ ഫൈനലിൽ എത്തുന്ന ആദ്യ മലയാളി മുഹമ്മദ് അഷ്ഫഖ്. അമേരിക്കയിലെ ഒറിഗോണിൽ നടക്കുന്ന ചാമ്പ്യൻഷിപ്പിന്റെ ആദ്യ റൗണ്ടിൽ സ്വന്തം പേരിലുണ്ടായിരുന്ന 46.05 സെക്കൻഡിന്റെ ദേശീയ റെക്കോർഡ് തകർത്താണ് ഫൈനലിലെത്തിയത്. അരുണാചൽ പ്രദേശിലെ അതിർത്തി മേഖലകളിലുള്ള എത്ര സ്ഥലങ്ങൾക്കാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അരുണാചൽ സർക്കാരുമായി ചേർന്ന് പുതിയ പേരുകൾ നൽകിയത്? 27. അരുണാചൽ പ്രദേശിലെ വിവിധ പ്രദേശങ്ങൾക്ക് ചൈന തുടർച്ചയായി പേരുകൾ നൽകുന്നതിനു മറുപടിയായാണ് അതിർത്തി മേഖലയിലെ 27 സ്ഥലങ്ങൾക്ക് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും അരുണാചൽ സർക്കാരും ചേർന്ന് പേരുകൾ പ്രഖ്യാപിച്ചത്. ആലുവ സർവമത സമ്മേളനത്തിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ലോകമത പാർലമെന്റ് സംഘടിപ്പിക്കുന്നത് ജപ്പാനിലെ ടോക്കിയോയിൽ. ശ്രീനാരായണ ഗുരുവിന്റെ അദ്വൈത ദർശനം ലോകമെമ്പാടുമുള്ള സമൂഹത്തിലേക്ക് എത്തിക്കുക എന്നതാണ് ഈ അന്താരാഷ്ട്ര സമ്മേളനത്തിന്റെ പ്രധാന ലക്ഷ്യം. സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിന്റെ ഔദ്യോഗിക മൊബൈൽ ആപ്ലിക്കേഷൻ കേരള ലോട്ടറി ഒഫീഷ്യൽ. നറുക്കെടുപ്പിന്റെ തത്സമയ സംപ്രേഷണം, സമ്മാനാർഹമായ നമ്പറുകൾ, മറ്റ് ഔദ്യോഗിക വിവരങ്ങൾ എന്നിവ ആപ്പിൽ ലഭിക്കും. കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വനിതാ കാൻഡിഡേറ്റ് മാസ്റ്റർ ദിവി ബിജേഷ്. ജോർജിയയിലെ ബറ്റുമിയിൽ നടന്ന ഫിഡെ അണ്ടർ 12 ഗേൾസ് ലോകകപ്പ് ചാമ്പ്യൻഷിപ്പിൽ ദിവി ബിജേഷ് സ്വർണ്ണ മെഡൽ നേടിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ പുതുതായി പ്രകൃതി ദുരന്തങ്ങളുടെ അംഗീകൃത പട്ടികയിൽ ഉൾപ്പെടുത്തിയവ ഉഷ്ണതരംഗവും മിന്നലും. ഇതുമൂലമുണ്ടാകുന്ന നഷ്ടങ്ങൾക്ക് സംസ്ഥാന സർക്കാരുകൾക്ക് 2005 ദുരന്ത നിവാരണ നിയമപ്രകാരമുള്ള സഹായധനത്തിന് അർഹതയുണ്ടാകും. ഇതുപോലുള്ള കറണ്ട് അഫയേഴ്സിനായി ചാനൽ ഫോളോ ചെയ്യുക. താങ്ക് യു.